ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് ബോംബെയിൽ നിന്ന് ലഭിച്ച ഒരു പാഴ്സലാണ്. ഈ പാഴ്സൽ അൺബോക്സ് ചെയ്യുകയാണ്. ഇതിൽ വന്നിട്ടുള്ള നാണയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. ഇത് വളരെ സേഫായിട്ട് പാക്ക് ചെയ്താണ് ഇത് അയച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊട്ടും സാധനങ്ങൾ പുറത്തു പോകാത്ത രീതിയിൽ പ്ലാസ്റ്റിക് കൊണ്ട് ആവരണം ചെയ്താണ് ഈ പാഴ്സൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് തുറന്ന് ഇതിനകത്തുള്ള നാണയങ്ങൾ പരിചയപ്പെടാം. ഇങ്ങനെയുള്ള 4 സെറ്റ് നാണയങ്ങളാണ് ഈ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഈ നാണയങ്ങൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ പാഴ്സലിൽ ഉണ്ടായിരുന്നത് കുറച്ച് എറർ നാണയങ്ങളായിരുന്നു. ക്ലോക്ക് എറർ എന്നാണ് ഇത്തരം നാണയങ്ങളെ അറിയപ്പെടുന്നത്. സാധാരണ നിലയിലുള്ള നാണയങ്ങളെക്കാൾ വിഭിന്നമായി ഇതിൽ അല്പം വ്യത്യാസപ്പെട്ട രീതിയിലാണ് ഈ നാണയങ്ങൾ കാണപ്പെടുന്നത്. സാധാരണ ഉള്ള ഒരു നാണയം അത് ഇപ്രകാരമാണ് കാണുന്നത്. അതായത് ഈ നാണയത്തിൻ്റെ അശോകസ്തംഭം 12 എന്ന ഘടികാരത്തിൽ കാണുന്നത് പോലെയും ഇതിന് മറുവശത്തെ മുദ്രണം 12 എന്ന് കാണത്തക്ക രീതിയിലുമാണ് വരേണ്ടത്. എന്നാൽ അങ്ങനെയല്ലാതെ ചില നാണയങ്ങൾ വരാറുണ്ട്. അത് അനേക നാണയങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചില നാണയങ്ങളാണ് അത്. ഇത് 12 എന്ന ക്ലോക്ക് രീതിയിലാണ് ഈ നാണയം കാണപ്പെടുന്നത്. ഇങ്ങനെയല്ലാതെ വന്നിരിക്കുന്ന നാണയങ്ങളാണിത്. ഇത് 11 എന്ന രീതിയിലാണ് ഈ നാണയത്തിൻ്റെ മുദ്രണം വന്നിരിക്കുന്നത്. ഇതിന് മറുവശം ശരിയായ രീതിയിലും ഒരു വശം ഇതുപോലെ തെറ്റായ രീതിയിലുമായിരിക്കും വരുന്നത്. ഇത് 11 എന്നതിന് നേർക്കാണ് ഈ അശോകസ്തംഭം കാണുന്നത്. ഇത് 11 മണി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാണയം ഇരിക്കുന്നത്. ഇതിന് ക്ലോക്ക് എറർ എന്നാണ് പറയുന്നത്. ഈ നാണയം 10 എന്നതിന് നേർക്കാണിരിക്കുന്നത്. 10 മണിയാകുമ്പോൾ ക്ലോക്കിലെ സൂചികളെ പ്രകാരം ഇരിക്കുന്നു. അപ്രകാരം ഇരിക്കുന്നതുകൊണ്ട് ഇത് 10 എന്ന രീതിയിലാണ്. ഇത് 9 എന്ന രീതിയിലാണ് ഈ നാണയം ഇരിക്കുന്നത്. അതുപോലെ തന്നെ 8, 7, 6, 5, 4, 3, 2, 1 എന്ന ക്രമത്തിലാണ് ഈ നാണയങ്ങളുടെ സെറ്റ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ലാതെ ചില സന്ദർഭങ്ങളിൽ മറ്റൊരു രീതിയിലും നാണയങ്ങൾ ലഭിക്കാറുണ്ട്. ഇത് സാധാരണ ക്ലോക്ക് എറർ എന്ന് പറയുന്ന രീതിയിലുള്ള 12, 1, 2 എന്നുള്ള ക്രമത്തിലാണ്. ഇങ്ങനെയല്ലാതെ കിട്ടുന്ന മറ്റൊരു തരത്തിലുള്ളൊരു നാണയമാണ് ഈ നാണയം. ഇപ്പോൾ നോക്കിയാൽ ഇത് സമയം 1:30 ആകുമ്പോൾ എപ്രകാരമാണോ ക്ലോക്കിലെ സൂചികൾ ഇരിക്കുന്നത് അപ്രകാരം ആണ് ഇതിൽ കാണുവാനായിട്ട് കഴിയുന്നത്. 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ് ഈ അശോകസ്തംഭം ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോക്ക് എററിൽ ഇപ്പോൾ സമയം 1:30 ആകുമ്പോൾ എപ്രകാരം ഇരിക്കുന്നു അപ്രകാരം ലഭിച്ച ഒരു നാണയമാണിത്. ഈ നാണയം 2:30 എന്ന സമയത്ത് ക്ലോക്കിൻ്റെ സൂചികൾ ഇരിക്കുന്ന അതേ രീതിയിൽ ലഭിച്ചതാണ്. ഇത് 3:30 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾ എപ്രകാരമാകുമോ അപ്രകാരം ലഭിച്ചൊരു നാണയമാണ്. ഇത് 4:30, 5:30, ഇതിൽ 6:30 എന്ന ക്രമത്തിലാണ് ഇരിക്കുന്നത്. ഇതിൽ 7:30 ആകുമ്പോൾ സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾ എങ്ങനെയാണോ അപ്രകാരമാണ് ഇരിക്കുന്നത്. ഇതിൽ 8:30 ആകുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇതിൽ 9:30 നമ്മുടെ ക്ലോക്കിലെ സൂചികൾ എങ്ങനെ കാണുന്നുവോ, ഇതിൽ 10:30 എങ്ങനെ സൂചികൾ ഇരിക്കുന്നുവോ, ഇതിൽ 11:30 ആകുമ്പോൾ എങ്ങനെ സൂചി കാണപ്പെടുന്നുവോ ആ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. ഈ നാണയത്തിൽ 12:30 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികളെ പ്രകാരം കാണപ്പെടുന്നുവോ ആ രീതിയിലാണ് ഈ നാണയം കാണപ്പെടുന്നത്. അങ്ങനെ ഇത് ഒരു സെറ്റ് ആയിട്ടുള്ള നാണയമാണ്. ഇതിൽ 12, 1, 2, 3, 4, 5 എന്ന ക്രമത്തിലും ഇതിൽ 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30 എന്ന ക്രമത്തിലും ആണ് നാണയങ്ങൾ ഇരിക്കുന്നത്. ഇങ്ങനെ ഇത് 2 സെറ്റ് നാണയങ്ങളാണ്. ഇതിനെ ചേർത്ത് 24 നാണയങ്ങൾ അടങ്ങുന്ന ഒരു സെറ്റായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള സെറ്റുകൾ ലഭിക്കുന്നത്
വളരെ വിരളമാണ്. അങ്ങനെ ലഭിക്കുന്ന സെറ്റുകൾക്ക് നല്ല മാർക്കറ്റുണ്ട്. അത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്ത ഒരു നാണയത്തിൻ്റെ സെറ്റാണ് ഈ കാണുന്നത്. ഇത് ഫ്ലവർ സീരീസിലുള്ള ഒരു നാണയമാണ്, 2 രൂപയുടെ നാണയമാണ്. അതുപോലെ തന്നെ മുദ്ര രീതിയിലുമുള്ള നാണയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എറർ സംഭവിച്ചതാണ്. മുദ്ര രീതിയിലുള്ള നാണയമാണ് ഈ കാണുന്നത്. ഇതിൽ 1 മുതൽ 12 വരെയുള്ളതും 1.5 മുതൽ 12 വരെയുള്ളതും കാണുവാനായിട്ട് കഴിയും. ഇത് ഈ കാണുന്ന നാണയത്തിൽ, എൻ്റെ വലതു കയ്യിലിരിക്കുന്ന നാണയത്തിൽ 12 മണിയും ഇടത് കയ്യിലിരിക്കുന്ന നാണയത്തിൽ 12.5യുമാണ്. ആ വ്യത്യാസം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള സെറ്റുകൾ ലഭിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അത് വളരെയധികം ശ്രമപരമായി കളക്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു സെറ്റാണ് ഈ കാണുന്നത്. ഇത്തരം നാണയങ്ങൾ സൂക്ഷിക്കുവാനായിട്ടുള്ള ഹോൾഡറുകൾ, ക്ലോക്ക് ഹോൾഡറുകൾ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ക്ലോക്ക് ഹോൾഡറുകൾ ലഭ്യമാണ്. ഇതിൽ നാണയം ഏത് നമ്പറിന് നേരെയാണോ വരുന്നത് അതിൽ വെച്ചതിന് ശേഷം ഇത് ഹോൾഡർ ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഹോൾഡറുകൾ ഇപ്പോൾ ലഭ്യമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും കണ്ടുകൊണ്ടേയിരിക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.